ഹായ്, ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 2026 ജാനുവരി 4th സൺഡേ ആണ്. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ്. സോ പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചാനലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നി. സൺഡേസിലാണ് ഞാൻ ഹെയർ കെയർ ചെയ്യുന്നതും പിന്നെ ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതും. സോ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ ഹെയർ കെയർ ആൻഡ് വിഷൻ ബോർഡ് ക്രിയേഷനാണ് ആഡ് ചെയ്യുന്നത്. അന്നത്തെ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് ടു ഡു ലിസ്റ്റ്. തലേന്നോ രാവിലെയോ നമുക്കിത് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ടു ഡു ലിസ്റ്റ് ഒരു ഡെയിലി ചെയ്യേണ്ട പ്ലാൻസ് ആണെങ്കിൽ വിഷൻ ബോർഡ് ഒരു ഇയറിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ആഡ് ചെയ്യുന്നത്. ആര്യവേപ്പിലയാണ് ഞാൻ ഹെയർ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കും. ഇതെൻ്റെ ഹെയർ ഗ്രോത്തിനും പിന്നെ താരൻ്റെ പ്രശ്നത്തിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത്ര വെള്ളം ആഡ് ചെയ്യരുത്, കുറച്ച് പേസ്റ്റ് രൂപത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഞാൻ ഈ മാമാ എർത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ ഫേസ് വാഷാണ് യൂസ് ചെയ്യാറ്. ഞാൻ കുളിച്ച് ഫ്രഷായി. എനിക്ക് ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം സ്ക്രോളിങ്ങും പിന്നെ ഫോണിൻ്റെ യൂസൊക്കെ കുറയ്ക്കാനും ഇത് നല്ല ഹെൽപ്പ് ചെയ്യും. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഗോൾസിന് മാച്ച് ആയിട്ടുള്ള ഫോട്ടോസ് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. കൂടെ അതിൽ ആഡ് ചെയ്യാൻ പറ്റിയ സ്മോൾ കോഡ്സും പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. സക്സസ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ഡിസിപ്ലിൻ, ഹെൽത്തി, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വേർഡ്സ് മതി. എനിക്ക് ഇയറിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ അതിന് മാച്ച് ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ക്രാഫ്റ്റിംഗ് ഐഡിയാസ്, ഡ്രസ്സിങ് സ്റ്റൈൽ, ഹെയർ സ്റ്റൈൽ, ട്രാവൽ, മെഡിറ്റേഷൻ, ഇതൊക്കെയാണ് ഞാൻ പിന്നെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഷേപ്പിൽ കട്ട് ചെയ്ത് ഒരു കാർഡ്ബോർഡിൽ നീറ്റായിട്ട് ഒട്ടിക്കണം. ഞാൻ കാർഡ്ബോർഡ് സ്ക്വയറിൽ കട്ട് ചെയ്ത് അത് A4 പേപ്പർ കൊണ്ട് ഒന്നുകൂടി കവർ ചെയ്തതിന് ശേഷമാണ് ഫോട്ടോസൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫോട്ടോസിൻ്റെ ഇടയിലൊക്കെ ഈ കോഡ്സ് നല്ല വൃത്തിക്ക് ഒട്ടിച്ചു കൊടുത്താൽ അടിപൊളിയായിരിക്കും. വിഷൻ ബോർഡ് ഡെയിലി കാണുന്ന സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർത്ത് വെക്കാനും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ തോന്നുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് മെയിനായിട്ട് വിഷൻ ബോർഡ് യൂസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ വിഷൻ ബോർഡിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നൈറ്റ് ഡിന്നറെല്ലാം കഴിച്ചു. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.